ഹലോ, വെൽക്കം ബാക്ക് ടു ജിഞ്ചർഹബ്. ഇന്നത്തെ റെസിപ്പി കണവ റോസ്റ്റാണ്. ചില സ്ഥലങ്ങളിൽ ഇത് കൂന്തൽ റോസ്റ്റ് എന്ന് പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണിത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചെന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതാ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയോ 2 ചെറിയ തക്കാളിയോ ചേർക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊക്കെ ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ കുരുമുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നതിന് പകരം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതിയാവും. ഇനി ഒന്ന് 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്ത ശേഷം ഇതാ കണ്ടില്ല, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കണവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയൊരു കണവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം കാണുമായിരിക്കും. കണവ ആഡ് ചെയ്ത ശേഷം ഉപ്പ് കുറവെന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ലേ, മീനിൽ നിന്ന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. വെള്ളമൊക്കെ തന്നെ നന്നായിട്ട് വറ്റി നന്നായി റോസ്റ്റായി കിട്ടണം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണവ പാകത്തിന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. റബ്ബറി ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കണവ 10 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യരുത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഈസി ആൻഡ് ടേസ്റ്റി കണവ റോസ്റ്റ് ഉണ്ടാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.